ഹായ് ഗൈസ്, ഇറ്റ്സ് കെവി. അപ്പോൾ നമ്മളിന്ന് ബേബീനെല്ലോ ലാസ്റ്റ് ചാപ്റ്ററാണ് കളിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ആക്ട് 4 ആണ്. ഇതിൽ നമ്മൾ ന്യൂട്ട് പോകുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഗൈസ്, ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഐ ആം ഫാത്തിമ കെവി അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ഇവിടുന്നാണ് ഗൈസ് ഇന്നലെ എൻഡ് ചെയ്തത്. നമ്മളെന്തായാലും പോകുമ്പോൾ വാതിലടയും. ഓക്കെ, എന്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഗൈസ് ഇതിൽ എന്താണ് ന്യൂട്ട് പോവും. പിന്നെ നമ്മുടെ മറ്റേ കിങ്ങിനെയല്ലോ മറ്റേ കാക്കട ബൊമ്മ ഇല്ലേ, അതിൻ്റെ പോലത്തെ സാധനമില്ലേ, അത് എന്താണ് ഇന്ന് നമ്മളുടെ അടുത്തേക്ക് വരും എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമുക്ക് എന്തായാലും കളിക്കാം. ഓക്കെ, എനിക്ക് പേടിയാവുന്നുണ്ട്, കാരണം ഈ കുട്ടി എങ്ങാനും വന്നാലോ. നമുക്ക് എന്തായാലും കണ്ട, ഞാൻ പറഞ്ഞതാ, ഇവർ രണ്ടാളും എപ്പോഴും തല്ലാണ് ഗൈസ്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇവിടെ വായ ഇതിനാടാ കരയുന്നത്. ന്യൂട്ട് ലവ് ഓക്കെ. എന്തായാലും മാറ്റർ ചെയ്ത് എന്തായാലും ഒരു രണ്ടാളും കൂടി കളിക്കട്ടെ. ന്യൂട്ട് ബേബിനെ കളിപ്പിക്കുകയാണ് ഗൈസ്. പക്ഷെ നേരത്തെ തല്ലൂടായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ കളിപ്പിക്കും. കണ്ട, ഇങ്ങനെ ആട്ടി കൊടുക്കും, അപ്പോൾ കുട്ടി ഇങ്ങനെ ചിരിക്കും. ഇവിടെ എന്താ ഗൈസ്, ഇവിടെ എന്താ ഗൈസ്, ഇവിടെ ഹാർട്ട് പൊട്ടിയതും എന്തൊക്കെയാ ഇവിടെ തല്ല് നടന്നിക്കണ്. ഓക്കെ, നമുക്കിത് എടുക്കാം. ആരുമില്ലല്ലോ. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം ഇത് ട്രൈ ചെയ്യാം. അത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്താലോ ഉണ്ടാവുക. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെല്ലാതും കിട്ടിയ, ഇതിൽ എല്ലാതും കൂടി മിക്സ് ചെയ്ത് ഏതൊക്കെ കിട്ടുക അങ്ങനൊക്കെ. ഇതും ഗ്രീൻ തന്നെയാണ് ആയത്. എന്തായാലും നമുക്ക് തിരിക്കാം ഈ സാധനം. ഓക്കെ, തിരിച്ചു. അടിക്കൂടെ വരുന്നുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഓക്കെ ഓക്കെ, നിറഞ്ഞു. നമുക്കിത് എന്തായാലും ഒന്ന് ഇതാക്കാം. ബോട്ടിലെടുക്ക്, ഇതെടുക്ക്. ഇത് ടോക്സിക് ആണെന്നാണ് പറയുന്നത്. ഇതെന്തായാലും നമുക്ക് ന്യൂട്ടിന് കൊടുക്കാൻ പറ്റില്ല, നമ്മളും തിന്നാൻ പറ്റില്ല. അപ്പം നമ്മൾ ആർക്ക് കൊടുക്കും? നമ്മുടെ ബേബിക്ക് കൊടുക്കും, നമ്മുടെ ലുട്ടുമോന് കൊടുക്കും. ലുട്ടുമോൻ എവിടെ? അതാ ഇവിടെ ലുട്ടുമോനി, ഇന്നത് കുടിച്ചേ, കുടിക്ക്. റെഡി, 1 2 3. അതാ ചാടി കളിക്കണേ, അതാ ചാടി കളിക്കണ കുട്ടി. ഞാൻ ടോക്സിക് എന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും വൈറസ് കൊടുക്കുമെന്ന് വിചാരിച്ച്. ഇത് ചാടി കളിക്കുന്ന ടോക്സിക്കാണ്. ന്യൂട്ടിന് സന്തോഷമായി, കുറച്ചു നേരം ചാടി കളിക്കാൻ പോയല്ല. വായോ നമുക്ക് എന്തെങ്ങനെ. ഓക്കെ, ഇതിൽ കൂടെ പോയിട്ട് നമുക്ക് വേറൊരു മരുന്നുണ്ടാക്കാം. പിങ്കും പിന്നെ നമ്മുടെ ബ്ലൂ മിക്സ് ചെയ്താലല്ല, പിങ്കും ബ്ലൂവും മിക്സ് ചെയ്യാം. ഗൈസ്, യെല്ലോ ആണ് ഉണ്ടാക്കുക. യെല്ലോ എനിക്ക് വേണ്ട, കാരണം യെല്ലോ ഈ കുട്ടി കൊടുത്ത തീയുടെയാണ്. തീ കൊടുത്താൽ വേറെ എന്തൊക്കെ സംഭവിക്കും, അത് എനിക്ക് അറിയണതാണ്. യെല്ലോ നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്യാം. ഇത് രണ്ടും മിക്സ് ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ. ഇതും പിങ്കും ഗ്രീനും, അപ്പോൾ എന്താ ഉണ്ടാവും നോക്കാം. പിങ്കും ഗ്രീനും മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലൂ കിട്ടി. ഡാർക്ക് ബ്ലൂ തന്നെയല്ല, അതും എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പൂവിൻ്റെ വിത്താണ് ഗൈസ്. ഓക്കെ, പൂവിൻ്റെ വിത്തല്ല, ന്യൂട്ടിൻ്റെ ഉള്ള സ്പെഷ്യൽ സ്പ്രേ ഉപയോഗിച്ചുണ്ടാക്കിയ സാധനം. ഓക്കെ, കുട്ടി അവിടെ. ഇത് സൈസ് കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലുട്ടു ഇത്
കുഞ്ഞായി. നിങ്ങൾ ബേബീനെല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞി അതിൻ്റെ മേലെ ഇരുത്തി നോക്കട്ടെ. അതാ ന്യൂട്ട് ഓടിപ്പോണ്. അതാ ന്യൂട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഹലോ അതാ ചാടിപ്പോ ചിരിക്കണോ. ഇവിടെ എന്നാ അവിടെ ഇരിക്ക്. എനിക്കൊന്നും കൂടിയും കൊടുക്കാം. എനിക്ക് ന്യൂട്ടും വാ ഇങ്ങോട്ട് കൊടുക്ക്. ഓക്കെ ഇങ്ങോട്ട് ഓക്കെ കൊടുക്ക് ബേബിയാ. ഓക്കെ ന്യൂട്ടയുടെ അവിടെയാണോ? ഇവിടെ ഒക്കെ ഗൈസ് മുള്ളു പോലെ എന്തോട്ടുണ്ട്. അവിടെ ന്യൂട്ട എവിടെ? അവിടെ ചെടിക്ക് വെള്ളയിക്കണം. ഇപ്പം ചെടി പ്രേമിയാണോ? എന്തപ്പോഴും ചെടിക്ക് വെള്ളയിക്കണം. കളിക്കാണ്. ഓക്കെ അവിടെ ഓടി ന്യൂട്ട് ഓടി പോണിക്ക് ഓനെ വേണ്ട പറഞ്ഞിട്ട്. എന്തായാലും നമുക്കിനി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് പിങ്കും ബ്ലൂവും മിക്സ് ചെയ്താലും എന്താ ഉണ്ടാവുക നോക്കാം. പിങ്കും ബ്ലൂവും ഈ എല്ലാം തന്നെയാണ് ഗൈസ്. എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. പിങ്കും പിന്നെ എന്താ റെഡും. അപ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. പിങ്കും റെഡും. അപ്പോൾ ഓറഞ്ചാണ് ഗൈസ്. ഓറഞ്ച് കുടിച്ചാൽ എന്തുണ്ടാവുക? ഓക്കെ ഓറഞ്ച് കുടിച്ചാൽ എന്താ ഉണ്ടാവുക നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് യെല്ലോ ആണെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ ഇതെന്താ മാജിക്കിൻ്റെ ചിഹ്നം കാണിക്കണേ? കുട്ടിയോടെ അപ്രതീക്ഷ ആവണാണോ മാജിക്ക്? കാണാനില്ല. അതൊക്കെ ഇറങ്ങണ്. ഇതാണോ ഗൈസ് മാജിക്കെല്ലാം കറങ്ങണ ചിഹ്നമായിരുന്നു. കണ്ണൊക്കെ അതാ നമ്മളൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയപ്പോൾ കണ്ണായില്ല പോലെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇരിക്കും. ഓക്കെ കറക്കാം. ഓക്കെ അതാ കറങ്ങുന്നു. മേലേക്ക് പോയി. ഞാനങ്ങനെ എന്നെ എടുക്കുക. അതാ ക്രോസറ അവർക്ക് പോയി. ക്രോസല്ല ആ മേലേക്ക് പോയിക്കോ. നീ ഇങ്ങോട്ട് വരണ്ട. എൻ്റെ ഗ്രഹത്തേക്ക് പോയിക്കോ. എൻ്റെ കണ്ണീക്ക് പോയിക്കോ. കണ്ണ് പോലത്തെ ആ സാധനത്തേക്ക് പോയിക്കോ. അതാ നിലത്തേക്ക് കൊണ്ട് അത് വരെ എനിക്ക് പോകാൻ പറ്റില്ല. ഇത്ര നേരം വന്നതല്ലേ. ഓക്കെ നമുക്ക് പിങ്കും ബ്ലൂ മിക്സ് ചെയ്യാം. എന്തായാലും ബ്ലൂവും പിങ്കും അല്ലേ? പിങ്ക് ഗൈസ് ബ്ലൂവും പിങ്കും മിക്സ് ചെയ്യുക. നമ്മൾ എല്ലാത്തൊക്കെ ട്രൈ ചെയ്തിരിക്കണ്. ഇനി യെല്ലോ മാത്രമേ ഉള്ളൂ. ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്താൽ മറന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഈ ഒരു ഗ്രീന്. നമുക്ക് പിങ്കും ബ്ലൂവും മിക്സ് ചെയ്യാം. വരുന്നുണ്ട്. ഇത് ലൈറ്റ് കത്തണ പോലെ ഉണ്ട് കൈ. ബേബിക്ക് എന്തായാലും കൊടുക്കണം. എന്തായാലും ഓക്കെ ഗൈസ് നമ്മൾ ഇത് എടുത്തുക്കണേ. ഞാൻ എനിക്ക് കൊടുക്കാം. ഓക്കെ തീ പിടിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ തീയാണെന്ന്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ സാധനത്തിന് എന്തോ പറ്റുന്നത്. ഇതാണ് ഞാൻ യെല്ലോ ലാസ്റ്റ് ട്രൈ ചെയ്താ പറഞ്ഞത്. യെല്ലോ ഫസ്റ്റ് ട്രൈ ചെയ്താൽ നമുക്ക് വേറെ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കത്തും. ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അറിയൂല കേട്ടാ. ലാസ്റ്റ് ആണോ അതോ സെക്കൻഡ് ലാസ്റ്റ് ആണോ ഏതാണെന്ന് അറിയില്ല. പോയി നമ്മുടെ അപ്പാർട്ട്മെന്റ്. എനിക്ക് ഇവിടെ പോകാൻ നല്ല മിസ് ചെയ്തിരുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നേരെ ഇത് തുറന്നിട്ട് വന്നാൽ തുടങ്ങി. എന്തായാലും പോയിട്ട് മറ്റേ സാധനമൊക്കെ എമർജൻസി. ഇപ്പോൾ നമ്മൾക്ക് എന്തായാലും എടുക്കാം. നമ്മളുടെ മറ്റേ സാധനം ന്യൂട്ട് സ്കെയർഡാണ്. ന്യൂട്ട് സ്കെയർഡാണ്.
ഭയങ്കര സ്കേർഡാണ് അങ്ങോട്ട്. വേറെ നമുക്ക് ഇതിട്ട് വേറെ പോകാം. നമ്മൾക്ക് ഇതൊക്കെ പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവൻ്റെ ചെറുപ്പത്തിൽ ഇവന് നമ്മളെ ഇങ്ങനെയൊക്കെ കാട്ടിയതുകൊണ്ട്. ഗൈസ്, ഒരു ഡോറ് തുറന്ന് നിൽക്കണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഓക്കെ, സ്വിച്ച് ഓഫ്. യൂസ് സ്വിച്ചാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്താണ് സ്വിച്ചൊക്കെ. ഓക്കെ ഓക്കെ, തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇത് സെറ്റായി തോന്നുന്നു. ഓക്കെ, ശരിയായി. എടാ കേടത്തില്ല പ്ലീസ്. ഗൈസ്, കഷ്ടപ്പെട്ട് ശരിയാക്കിയതാണ്. അപ്പം എനിക്ക് കാണണം. ഈ കാക്കച്ചി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ലേറ്റ് എത്തുന്ന മഷ്റൂമൊക്കെ ഉണ്ട്. എന്തായാലും നിൽക്ക്, ആദ്യം ഇത് ലാസ്റ്റ് ചാപ്റ്ററാണോ നോക്കട്ടെ. ആ ഗൈസ്, ഇത് ലാസ്റ്റ് തന്നെ ആണ്. ഫസ്റ്റത്തെ ഷീപ്പിൻ്റെ, സെക്കൻഡത്തെ റാബിറ്റിൻ്റെ, തേർഡാമത്തെ നമ്മുടെ പൂച്ചയുടെ. ബട്ട് നമ്മുടെ ബൊമ്മക്കുട്ടി നേരെ തല വെച്ചിട്ടാണ്. നമുക്ക് ആദ്യം വേണ്ടത് പൂച്ച, പിന്നെ റാബിറ്റ്, പിന്നെ നമ്മുടെ ഷീപ്പ്. ഗൈസ്, കൊടി ഗുഡ് നൈറ്റ് അത്രേ പേടിപ്പിച്ചിട്ട്. ഗുഡ് നൈറ്റ്. നേരം പോലെ ഉറങ്ങാൻ പറ്റൂല. ഗുഡ് നൈറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൽ കൂടെ പോവാം. നമുക്ക് ഇത് വേണം. ഓക്കെ ഓക്കെ, ഉള്ളിൽ നെക്സ്റ്റ് ഡോർ സ്റ്റോപ്പർ വേണം. ഡോർ സ്റ്റോപ്പർ ഇങ്ങോട്ട് പറഞ്ഞാൽ മറ്റേ മണ്ടക്ക് കയറിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്തേക്ക് തന്നെ എത്തി. കോണി എങ്ങനെ കറക്റ്റ് ഇവിടെ എത്തി? ഓക്കെ, ഇങ്ങോട്ട് എന്തോട്ടോ പേപ്പർ കാണിച്ചു. ഇങ്ങോട്ട് പിക്കപ്പ്. ഓക്കെ ഓക്കെ, അപകടം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടേ ഉണ്ടാകുള്ളൂ. വെറുതെ പനൊന്നും കൊഞ്ചിട്ടിട്ട് കാര്യമില്ല. ഇതാണ് കേസ് ആദ്യം പൊളിച്ചത്. പക്ഷേ നമുക്ക് എന്തായാലും ഇനി ആ സാധനം ഫിറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ ന്യൂട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇവർ പറയണതല്ല, ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, ന്യൂട്ടിന് എന്തോ അറിയുക ഗൈസ്. ഇപ്പം എന്തോട്ട് വരുമെന്ന് ന്യൂട്ടിന് അറിയാം. കാരണം അവൻ അത്രക്ക് പേടിച്ചിട്ടായിരിക്കുന്നത്. അവനക്ക് അറിയുണ്ടാവും. കാരണം ഇതിൻ്റെ മുന്നത്തെ ബേബി സിറ്റേഴ്സിനൊക്കെ എനിക്ക് പരിചയമുണ്ടല്ലോ. എന്തോട്ട് വരാണ്ട് വരായിരിക്കുന്ന ഈ സാധനം എടുത്തോന്ന് ഉള്ള പാവം. ഓക്കെ, വേഗം വേഗം പോവാം. ഓക്കെ, ഉരുണ്ട് കയറി ഗൈസ്, ഉരുണ്ടിട്ട്. ഓക്കെ, നമ്മളിനി മേലേക്ക് പോവാം. ന്യൂട്ട് എവിടെ? ന്യൂട്ട് മേലുണ്ടാവും. ഓക്കെ, ന്യൂട്ട് എന്തോട്ട് പറയുന്നുണ്ട്. യൂസ് ടോയ് ബോക്സ്. എന്തായാലും ന്യൂട്ടിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ബലൂൺ കൊടുക്കാം. നമുക്ക് കുറേ ബലൂൺ കൊടുക്കാം. ന്യൂട്ട്. ഓക്കെ, പിക്കപ്പ് ബലൂൺ ഇവിടെ വെക്ക്. ഓക്കെ, ന്യൂട്ടിന് തീരെ വയ്യ ഗൈസ്. ന്യൂട്ടിന് പനിയാണല്ലാതെ അതിന് റോബോട്ടിന് പനിയെടുക്കും. എന്തായാലും ആട്ടെ, അവന് വന്ന് ഗൈസ്. ന്യൂട്ടിന് വയ്യായിട്ട് വന്ന് നമ്മളെ സഹായിക്കണം. ഈ ബേബിനൊന്നും സ്നേഹിച്ചിട്ടൊരു കാര്യമില്ല. സ്കോർ
ചെയ്തിട്ടുണ്ട്. ഇത് ശരിയായി. ഇനി ഇതാരും കടത്താൻ മതി. ഇനി കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ടാവും, കുറേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. പോയി ഗൈസ്. ആ പേപ്പർ കണ്ടില്ലേ, ഹാർട്ടിൻ്റെ, അപ്പോഴും എനിക്ക് കാണിച്ചു തന്നായിരുന്നു. പാവം ഗൈസ്. ആക്ച്വലി സങ്കടമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗെയിം ക്യാരക്ടറിനോട് ഇത്ര അറ്റാച്ച്ഡ് തോന്നുന്നത് തന്നെ. ഗൈസ്, നാടൻ ന്യൂട്ട നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ന്യൂട്ടാ ഗൈസ്. എന്തായാലും നല്ല സങ്കടമുണ്ട് ഗൈസ്. ഈ ഒരു ആപത്തിൽ എൻ്റെ കൂടെ ന്യൂട്ട് വേണം, അല്ലെങ്കിൽ പറ്റൂല. അടുത്ത ക്രോണിൽ ന്യൂട്ട് ഉണ്ടാവുമോയെന്ന് അറിയൂല ഗൈസ്. ക്രോണ് നമ്മൾ നാളെ കളിക്കണമായിരിക്കും. ഓക്കെ, എന്തായാലും ഇതിവിടെ വെക്കാം. ന്യൂട്ടെ, അടുത്ത ബേബി സിറ്ററിന് എന്നെ കിട്ടണമെങ്കിൽ എന്നെപ്പം ഞാൻ താഴത്തേക്ക് ഇടണം. എന്നാലും അടുത്ത ബേബി സിറ്ററിന് എനിക്ക് കിട്ടുള്ളൂ. അല്ല സോറി, അടുത്ത ബേബി സിറ്ററിനൊരു സഹായമാണെങ്കിൽ ഐജിയാണ്. ആ ബേബി സിറ്റർ എൻ്റെ പോലെ ബുദ്ധിമുട്ടാവരുത്. ആ കാരണം അങ്ങനെ ഞാൻ താഴത്തേക്കിടണം. ആ ബേബി സിറ്റർ എങ്ങനെയെങ്കിലും എന്നെ ശരിയാക്കും. കേസ് ന്യൂട്ടിൻ്റെ കൈ, കേസ് ന്യൂട്ടിൻ്റെ കൈയൊക്കെ ആട്ടിട്ടാം. കാരണം നമ്മുടെ ന്യൂട്ടല്ലേ കേസ്. ഹാർട്ടൊക്കെ പൊട്ടി കേസ്. നിലത്തൊക്കെ കുറേ പേപ്പർ എടുക്കണം. ന്യൂട്ടിൻ്റെ വായെന്ന് പ്രിൻ്റായി. ഓക്കെ, വേൾഡ് ഡോർ കീപ് ഡോർസ്, ഡോണ്ട് ഓപ്പൺ ഇറ്റ്. Please don't open it. ഞാൻ ഓപ്പൺ ചെയ്യും. കാരണം ഡോണ്ട് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യും. നിങ്ങളത് ഓപ്പൺ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യൂല. അതാണ് എൻ്റെ സ്വഭാവം. എന്തായാലും എനിക്ക് ക്യൂരിയോസിറ്റി അടിച്ച്, കാരണം ഞാൻ എന്തായാലും ഇതവിടെ വെക്കാൻ പോവാണ്. ഡോണ്ട് ഓപ്പൺ ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇതവിടെ വെക്കാം. ഓക്കെ, ഇത് നമ്മളിവിടെ വെക്കണം. അറ്റാച്ച് കോർ. ഓക്കെ, ആ ബേബി ചത്ത, അത് അറിയൂല. ബേബി ചത്താന്ന് പറയൂല കേസ്. തോന്നണ ബേബി ചത്തെന്ന്. ഇതൊക്കെ കൂടിയിട്ട് മറ്റേ ചിഹ്നമാവുന്നാ തോന്നുന്നത്. ആ, മറ്റേ ചിഹ്നമാവും. അല്ല, അതും കൂടിയിട്ട്. ഓക്കെ, നമുക്കിത് കൂടെ എസ്കേപ്പ് ആവാൻ പറ്റും. ചത്തില്ലേ, കുറേ വേബീസ്. Why did you bring him here? Not this time. Not this time. വേറെ ഏത് സമയത്ത്. ഗൈസ്, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരു കമൻറ്റെങ്കിലും ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഫാത്തിമ ഫ്രാക്കേവി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മതിയെന്ന് വിചാരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ നമ്മൾ നാളെ എടുക്കണമായിരിക്കും. അടുത്തതായിട്ട് ആക്ട് 4 ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.